പറഞ്ഞ കയറി തട്ടി മുട്ടി നോക്ക്. ഞാൻ പറഞ്ഞാൽ ഇത് പോകുന്നില്ല, നീ ഒന്ന് ചവിട്ടി പൊളിച്ചോളാം. അത് കയറുമ്പോ കുട്ടി ഈ ഫാനിന്റെ വീട്ടിൽ ഇങ്ങനെ തൂങ്ങിട്ട് നിൽക്കുന്നതാണ്. അത് കണ്ടേ തന്നെ അനക്കെന്റെ നേന്ത്രണ്ട് പോയി. പേടിയാവുന്നല്ലോ. ആച്ചിക്കാരന്റെ ഭാഗണ്ടായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എന്റെ അടുത്ത് അടിയാക്കിയതല്ല. വേണ്ടാണ്ട് ഓൻ ചെയ്യുന്നതിന് ഞാൻ ഓനെ ചോദ്യം ചെയ്യും. ഓൻ എന്നെ കുറ്റക്കാരിയാക്കല, എന്നെ സംശയം എന്ന് പറയട്ടെ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ണൂർ പൊയ്ത്തൻകടവിലെ ഐക്കോട് പൊയ്ത്തൻകടവിലെ ഫാത്തിമത്ത് റിസ എന്ന് പറയുന്ന 20 വയസ്സുള്ള സഹോദരി സ്വന്തം വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെടുത്തി വളരെ ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് എന്നുള്ളതാണ്. അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് 100% ആ സഹോദരി വലിയ രീതിയിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ അടക്കം ഇന്ന് പുറത്തു വരികയാണ്. തീർച്ചയായിട്ടും നമുക്കതുമായി സംസാരിക്കണം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയ ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ വീഡിയോയിലേക്ക്. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഈ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എനിക്കും ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ എനിക്ക് കിട്ടുകയുണ്ടായി. അതിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടത്, ഇവരുടെ ഭർത്താവായ ആസിഫ് എന്ന് പറയുന്ന ആൾ ദുബൈയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പോയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മേലാൽ ഇത്തരം കമൻറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ കണ്ടന്റാക്കിയിട്ട് എടുത്ത് വീഡിയോ ചെയ്യരുത് എന്നുള്ള മെസ്സേജുകൾ എനിക്കും കിട്ടുകയുണ്ടായി. അതുകൊണ്ട് ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും ആ സഹോദരിക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഫാത്തിമത്ത് റിസ എന്ന് പറയുന്ന ആ സഹോദരി വളരെ സങ്കടത്തോടു കൂടിയാണ് അവസാന നാളുകളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഈ സഹോദരിയുടെ കല്യാണം കഴിയുന്നത്. അതിനുശേഷം മാർച്ച് മാസത്തിലാണ് 2 മാസത്തെ വിസിറ്റിങ്ങിനായിട്ട് ഈ സഹോദരി ദുബൈയിലാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. ആസിഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങോട്ട് പോകുന്നു. ആ സമയത്ത് തന്നെയാണ് അവിടെ വെച്ചിട്ട് വേണ്ടാത്ത രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ലാസലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ബാത്റൂമിൽ പോയ ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. അത് സഹോദരി കണ്ടുപിടിക്കുന്നു, അത് ചോദ്യം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് ഈ റിസയെ വളരെ മോശമായ രീതിയിൽ ഇദ്ദേഹം അടിക്കുകയും അതുപോലെ തന്നെ മറ്റ് ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തത് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് റിസ അവസാനമായിട്ട് അവരുടെ കമ്പനിക്കാർക്ക് അയച്ച മെസ്സേജുകൾ, വോയിസ് റെക്കോർഡുകൾ ഞാൻ ഇവിടെ വെക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് കാണാം. ഓൻ്റെ ഉപ്പ് കരിയൂലെ കുറെ, ഓനിക്ക് സന്തോഷായിരിക്കും. പക്ഷെ എൻ്റെ ഉപ്പമ്മയും കരിയൂലെ. ഞാൻ ആദ്യം ഇങ്ങനെ ഉരുകി തീരണം, എനിക്ക് കഴിയൂല. എനിക്ക് ഇങ്ങനെ നിക്കാൻ കഴിയുന്നില്ല. എനിക്ക് പേടിയാവുന്നല്ലോ. ആച്ചിക്കാരന്റെ ഭാഗണ്ടായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എന്റെ അടുത്ത് അടിയാക്കിയതല്ല. വേണ്ടാണ്ട് ഓൻ ചെയ്യുന്നതിന് ഞാൻ ഓനെ ചോദ്യം ചെയ്യും. ഓൻ എന്നെ കുറ്റക്കാരിയാക്കല, എന്നെ സംശയം എന്ന് പറയട്ടെ. ഓന് ആ നാടുള്ളപ്പം തന്നെ ഓനെല്ലാം യൂസ് ആക്കലുണ്ട്. ഓന് ബാത്റൂമിൽ കയറിയിട്ട് പൊടി അടിക്കുന്നത് പോലെ ഓൻ എന്നെ യൂസ് ആക്കലുണ്ട്. ഇപ്പോൾ മുണ്ടേരിമുട്ട ആസിഫിന് ഈ ഒരു മരണത്തിൽ എത്രമാത്രം പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അരിയാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഈ സഹോദരി ഇപ്പോൾ പുറത്തുവിട്ട ആ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. വളരെ സങ്കടത്തോടു കൂടി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആസിഫിന് സുഖമാണ് എന്നാണ്, സന്തോഷമാണ് എന്നാണ് ആ സഹോദരി ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. എത്രമാത്രം വലിയ രീതിയിലുള്ള മാനസിക പീഡനങ്ങൾക്ക് ആ സഹോദരി സാക്ഷ്യം വഹിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞു പോയി എന്ന് നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെയാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്, എങ്ങനെയാണ് ആ സഹോദരി മരിച്ചത്? ഒരു പ്രശ്നവുമില്ലാതെ ഒരു വീട്ടിൽ സുഖവാസത്തിൽ കഴിയുന്ന, വളരെ സന്തോഷത്തിൽ കഴിയുന്ന ഒരു സഹോദരി, 20 വയസ്സാണ് പ്രായം. നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഒരു പ്രാവശ്യം ആ സഹോദരി ആ വീട്ടിൽ നിന്നും ഞരമ്പ് മുറിച്ചിട്ട് മരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു വിവരം ഒരു പ്രാവശ്യം പോലും ഈ വീട്ടുകാർ തീർച്ചയായിട്ടും നമ്മുടെ റിസയുടെ വാപ്പയെ ഉമ്മയെ അറിയിച്ചില്ല. എന്തുകൊണ്ട്? ഒരു സംഭവം ഇത്രയും മോശപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഉപ്പയെ അറിയിക്കുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വം എന്തുകൊണ്ട് നമ്മുടെ ആസിഫിൻ്റെ ഉപ്പയും അതുപോലെ തന്നെ ഉമ്മയും അടങ്ങുന്ന, സഹോദരിയും അടങ്ങുന്ന കുടുംബം ചെയ്തില്ല? അതുകൊണ്ട് കള്ളത്തരമുണ്ട്. ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിച്ചാലും തീർച്ചയായിട്ടും ഈ സത്യം എന്ന് പറയുന്നത് ഒരു നാൾ ഈ മറയെല്ലാം നീക്കിയിട്ട് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അതിലും ഞെട്ടിക്കുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ റിസ മരിച്ചു കഴിഞ്ഞ ദിവസം തന്നെ ആസിഫ് എന്ന് പറയുന്ന മനുഷ്യൻ വിദേശത്തേക്ക് പോയി എന്നുണ്ടെങ്കിൽ എത്രമാത്രം സ്വന്തം ഭാര്യയെ ആ സഹോദരൻ സ്നേഹിച്ചിരുന്നു.
ഏതെങ്കിലും ഒരു സഹോദരൻ സ്വന്തം ഭാര്യ മരിച്ചു കിടന്നിട്ട് കബറടക്കി വരുന്ന അതേ ദിവസം തന്നെ ദുബൈയിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിന് അത്രമാത്രം മനസാക്ഷി കുത്തൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, അത്രമാത്രം സങ്കടമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാരണം നാട്ടുകാർ വരെ പരാതി പറയുകയാണ്. ഒരു മാസത്തിൽ 3-4 ദിവസം നാട്ടിൽ വരുന്ന ഒരു മനുഷ്യനാണ് ഈ ആസിഫ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്താണ് എന്ന് തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സംവിധാനം അന്വേഷിച്ച് അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് റിസയുടെ ഉപ്പ പറയുന്ന വാക്കുകൾ കേൾക്കാം. അവിടെ ആരെല്ലാം ഉപദ്രവിച്ചെന്നുള്ളത് ആ കത്തിലേ അറിയാം. എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തരൂലേ. ഞാൻ വിടൂലല്ല എൻ്റെ മോളെ, അവർക്ക് കുരുതി കൊടുക്കാണെങ്കിൽ വിടൂലല്ല. നമ്മളെ മുന്നിൽ ഉപ്പാനും ഉമ്മാനും അത്രയും വിഷമിപ്പിക്കാത്ത ഒരു ജീവിതമാണ് കണ്ട്. 4 മണിക്ക് പോകുമ്പോൾ കുട്ടി കട്ടിന് ചെയ്ത് കിടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ച മോള് ചോറൊന്നു ഇല്ലയെന്ന് പറഞ്ഞു. നമ്മളെ മോള് ചോറ് തിന്നണേ ഇപ്പോൾ പോയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ്. എന്നിട്ട് രാത്രി പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെ മടങ്ങി വരുമ്പോൾ നമ്മളെ അളിയൻ്റെ ഭാര്യയും അളിയനും ഇവളെ കാണാൻ വന്നില്ല. വന്നേരം ഓള് ആ തായലേക്ക് ഇറങ്ങിയതിന് ശേഷം ഓള് അവർ ചായലും കുടിച്ച് പിന്നെ വീട്ടിലേക്ക് കയറി കുളിക്കട്ട് ഉമ്മാന്ന് പറഞ്ഞിട്ട് ചിരിച്ച് ഫോൺ കൈ പിടിച്ചിട്ട് പോയതാണ്. എന്തെങ്കിലും ഒരു വാക്ക് എൻ്റെ മകൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുരുതി കൊടുക്കില്ലായിരുന്നു എന്നാണ് ഉപ്പ പറയുന്നത്. ആ ഉപ്പയുടെ മാനസിക വിഷമവും അതുപോലെ തന്നെ അസുഖവും കണക്കിലെടുത്തുകൊണ്ട് തന്നെ റിസ ഒരിക്കൽ പോലും ആ കുട്ടിക്ക് നേരിടേണ്ടി വരുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് പോകുമ്പോൾ തന്നെ ചോറ് വെയിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് ഉപ്പ പോയത്. ഇല്ല, കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയതാണ്. അതിനുശേഷം അവരുടെ കുടുംബക്കാർ അവിടെ വന്നപ്പോൾ താഴെ വന്ന് സംസാരിച്ചു വീണ്ടും കുളിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറിപ്പോയതാണ്. ഉപ്പ പറയുമ്പോൾ ഉപ്പയുടെ കണ്ണുകളിൽ നിന്നുള്ള തീജ്വാല നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഉപ്പയ്ക്ക് തീർച്ചയായിട്ടും നീതി വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും തീർച്ചയായും കർത്തവ്യമാണ്. കാരണം പാവപ്പെട്ടവനും ചോദിക്കാൻ ആളില്ലാത്തവനും ഇന്ന് കേരളത്തിൽ നീതി അകലെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക തന്നെ വേണം. ഇനി നമ്മുടെ റിസയുടെ ഉമ്മയുടെ ആങ്ങള പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. 9-10 മോള് ഇറങ്ങിയില്ല. എൻ്റെ പെങ്ങൾ പറഞ്ഞു ഇല്ല, ഓള് ഇറങ്ങിയില്ല. ഞാൻ ഇത്ര സമയം എന്താ നോക്കി കുളിക്കേണ്ടത്, നമുക്കൊന്ന് പോയി നോക്കാലാം. ഞാൻ പറഞ്ഞത് കയറി തട്ടി മുട്ടി നോക്ക്. ഞാൻ പറഞ്ഞാൽ ഇത് പോകുന്നില്ല, നീ ഒന്ന് ചവിട്ടി പൊളിച്ചോളാം. അത് കയറുമ്പോൾ കുട്ടി ഈ ഫാനിൻ്റെ വീട്ടിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് നിൽക്കുന്നതാണ്. അത് കണ്ടേരം തന്നെ എനിക്കെൻ്റെ നേന്ത്രോട്ട് പോയി. നമ്മളൊരു കേസ് ഇതുവരെ പറഞ്ഞില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാം പറയുന്നത് ഫ്രണ്ടിൻ്റെ അവിടെ കൂട്ടുകാരോട് വോയിസ് ക്ലിപ്പിലെല്ലാം കൃത്യമായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ വല്ലാണ്ട് മർദ്ദിക്കുന്നുണ്ട്, അങ്ങനെ ചീത്ത വിളിക്കുന്നുണ്ട്, ഭയങ്കര സംശയം നോക്കി. 11-ാം തീയതി ഗൾഫിലേക്ക് പോയി വിസിറ്റിങ്ങിന് 2 മാസത്തേക്ക്. അവിടെ നിന്നാണ് കൂടുതൽ പീഡനം. അവിടെ ഇല്ല അവൻ്റെ 4 ഫ്രണ്ട് വന്നിട്ട് MDMA വന്നിട്ട് അവിടുന്ന് ഉപയോഗിക്കലും ഇവളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും കൂടുതൽ വിഷമങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിയാണെന്ന് കൂട്ടുകാരോട് പറഞ്ഞത്. അവർ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ചാലം മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പോയിട്ടും അവർ ഒരു വാക്ക് ഇങ്ങനെ മോളിങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഒരു വിവരം ഈ സമയമായിട്ട് അവരെ നമ്മളെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 100% MDMA ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്, രാസലഹരികൾ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവരുടെ ഭർത്താവ് എന്ന് ആ സഹോദരി അവരുടെ സുഹൃത്തുക്കൾക്ക് അയച്ച ഓഡിയോ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. അല്ലാതെ വീട്ടിൽ യാതൊരുവിധ പ്രശ്നമോ എന്തെങ്കിലും മറ്റു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ അവർ തമ്മിലോ കുടുംബങ്ങൾ തമ്മിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ തുടങ്ങുന്നത് ദുബൈ പോയി വന്നതിന് ശേഷമാണ്. അതിൻ്റെ മുന്നേ നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം തന്നെയായിരുന്നു അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ദുബൈയിൽ പോയ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ 4 സുഹൃത്തുക്കളും അടങ്ങുന്ന സംഘം അവരുടെ റൂമിൽ വരുന്നു. അവർ കമ്പനി അടിച്ചിട്ട് ഇത്തരത്തിൽപ്പെട്ട MDMA അടക്കമുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്നു. ആ ഒരു കാര്യം ആ സഹോദരിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. കാരണം അതൊന്നും ആ സഹോദരി കണ്ടിട്ടില്ല. വയസ്സ് 20 ആയിട്ടുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം അതിനോട് പ്രതികരിക്കുകയാണ്, എൻ്റെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നു. ഉപദേശമൊന്നും അദ്ദേഹത്തിന് പിടിക്കുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം ഈ സഹോദരിക്ക് നേരെ തിരിയുന്നത്. അതിനുശേഷം സംശയത്തിൻ്റെ നേരിൽ കൂടി ഈ യുവതിയുമായിട്ട് സംസാരിക്കുന്നു. നിനക്കതാണ് പണി, ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തലുകളെല്ലാം ആ സഹോദരിക്ക് നേരെ ചൊരിയുകയാണ്. പക്ഷേ അതൊന്നും സഹിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ആ 20 വയസ്സുകാരിക്ക് ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ആത്യന്തികമായിട്ട് തിരിച്ചു വന്നതിന് ശേഷം സ്വന്തം വീട്ടിൽ പോയിട്ട് എന്നാൽ ഞാൻ ജീവൻ ഒടുക്കിയേക്കാമെന്ന് ആ സഹോദരി തീരുമാനിക്കുകയാണ്. കാരണം തിരിച്ചു വീട്ടിലേക്ക് പോയാൽ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഉപ്പ സുഖമില്ലാത്ത മനുഷ്യനാണ്. ആ ഉമ്മയും ഉപ്പയും ഇനിയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് റിസക്ക് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അതാണ് അത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നാട്ടുകാർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. നാട്ടുകാർ പറയുന്നൊരു കാര്യം നമുക്കതുകൂടി കേൾക്കാം. റിസയുടെ സുഹൃത്തുക്കൾക്ക് അയച്ച ഒരു സന്ദേശത്തിൽ ഗൾഫിൽ നിന്ന് MDMA കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്, ഡ്രഗ്സിന് അടിമയാണ് എന്നുള്ള ഒരു സംഗതി അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയ്ക്ക് നാട്ടിലേക്ക് വരുന്നത് ഇയാളൊരു കേരിയർ ആണോ എന്നുള്ള സംശയം നാട്ടുകാർക്ക് എന്നുള്ള
ലെവലിൽ നമുക്കുണ്ട്. അപ്പോൾ ആ നാട്ടുകാരെ വർത്തമാനം നിങ്ങൾ കേട്ട് കാണും. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ ഒരു മാസത്തിൽ 3-4 ദിവസം 4 തവണയൊക്കെ നാട്ടിൽ വന്ന് പോകുമ്പോൾ എന്തിനാണ് എന്ന് തീർച്ചയായിട്ടും നമ്മളൊന്ന് അന്വേഷിക്കേണ്ടത് ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം ഉമ്മയും ഉപ്പയും കാണാൻ വേണ്ടി ഒരു മാസം 4 പ്രാവശ്യം ഒന്നും ആരും ഇവിടെ വന്ന് പോവുകയില്ല. സ്വന്തം ഭാര്യ മരിച്ചിട്ട് ഒരു ദിവസം ഇവിടെ തങ്ങാൻ പറ്റാത്ത ഒരു മനുഷ്യൻ അതിനുശേഷമുള്ള മാസങ്ങളിൽ 5ഉം 10ഉം 15ഉം പ്രാവശ്യം വർഷത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ എന്തിനാണ് എന്ന് തീർച്ചയായിട്ടും അറിയണം. അത് തന്നെയാണ് ആ നാട്ടുകാരുടെയും സംശയം, നമ്മുടെയും സംശയം. ഏതായാലും ഈ ഒരു കാര്യത്തിലൊക്കെ പോലീസ് ഏതായാലും ശുഷ്കാന്തിയോടുകൂടി അന്വേഷിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴും ആസിഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വിദേശത്ത് ദുബായിൽ സുഖമായിട്ട് ജീവിക്കുകയാണ്. എന്തുകൊണ്ട് പോലീസ് ഇവിടെ വരുത്തിയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല? അത് തന്നെയാണ് കുടുംബത്തിൻ്റെ ചോദ്യം. ആദ്യം പ്രേരണാക്കുറ്റം മാത്രം ചുമത്തിയായിരുന്നു കേസെടുത്തത് എങ്കിൽ അതിനുശേഷം യുവതിയുടെ ഈ ആത്മഹത്യാ കുറിപ്പും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രേരണാക്കുറ്റത്തിനും ഭർത്തൃപീഡനത്തിനും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആസിഫ് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിട്ട് അനന്തര നടപടിയിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് കുടുംബങ്ങളുടെ ഏക ആവശ്യം. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. റിസ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയാണ്. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ആ കുട്ടിക്ക് മരണത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ട അവസ്ഥ വരുത്തി വെച്ച ഇദ്ദേഹത്തെയും ഇതുപോലുള്ള കുടുംബത്തെയും തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബൈ.